എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ വിഷമിപ്പിക്കുന്ന, വളരെ ബുദ്ധിമുട്ടുള്ള, വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ 40 വർഷമായിട്ടുള്ള ഒരു സ്ഥാപനം കത്തിപ്പോയി. അത് പറയാൻ തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതിന് വളരെ വളരെ കൂടുതൽ സഹകരിച്ച ഫയർഫോഴ്സ്, കോർപ്പറേഷൻ, ഹോട്ടൽമാര്, നാട്ടുകാര്, എല്ലാ ആളുകൾക്കും ഇതിന് തീ കെടുക്കാനും വേണ്ടി സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ഥാപനം അടുത്ത ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത ബിൽഡിങ്ങിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഇതുവരെ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ തരാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. അതിന് ക്ഷമ ചോദിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങളെ അടുത്ത് എത്തിക്കുന്നതാണ്. ഇന്ന് തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അതിന്റെ സെറ്റപ്പുകളെല്ലാം ആയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മധു അല്ലെങ്കിൽ സിജോയ്, സിർലി, അരുണ്, ഇവരെല്ലാവരും ഇതിനു വേണ്ടി പിറകിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ആളുകളും ഇതിന്റെ ഒരു എന്റെ ഒരു ഇത് അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ് എല്ലാവരും സഹകരിച്ച് ഇതിലേക്ക് തന്നതിന്. പിന്നെ ഈ സ്ഥാപനം ഇത്രയും 40 വർഷമായിട്ടുള്ള ഈ സ്ഥാപനം ഇത്രയും ആളുകളിൽ വളരെയധികം ആഴ്ന്ന് ചെന്നിട്ടുണ്ട് എന്നുള്ള, കോഴിക്കോട് ടൗൺ ആകുന്നതിന് മുമ്പ്, മാവൂർ ടൗൺ ആകുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഞങ്ങള്. അത് ഇത്രയും കാലത്ത് ആളുകൾ, എല്ലാ ആളുകളും ഓരോരുത്തരും ഇങ്ങനെ എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സഹായം വേണം, എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. മില്ലുകളാണെങ്കിലും അഫ്ത്രാൽ മില്ല്, സ്പർശ്, ഇങ്ങനത്തെ എല്ലാ മില്ലുകളും നമുക്ക് വളരെയധികം സഹായം വാഗ്ദാനം ചെയ്തിട്ട്, പിന്നെ പലരും ഞാനായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളെ കച്ചവടക്കാരും സപ്ലയേഴ്സും എല്ലാവരും നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് 40 വർഷമായിട്ടുള്ള എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് സഹായങ്ങളും എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം എല്ലാവർക്കും എനിക്ക് എന്നെ നന്ദി അറിയിക്കുകയാണ് ഞാൻ. പിന്നെ അത്രയേ എനിക്ക് ഇപ്പം പറയാൻ കഴിയുന്നുള്ളൂ. ഈ സ്ഥാപനം എന്തായാലും ഇപ്പൊ സ്ഥാപനത്തിലെ ആ സാധനങ്ങൾ മാത്രമേ കത്തി വെച്ചിട്ടുള്ളൂ. സ്ഥാപനം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങള് അടുത്ത ഇതിൽ തന്നെ ചെറിയൊരു സമയത്തിന് തന്നെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളത് അവിടെ തുടങ്ങുന്നതാണ് എന്ന് അറിയിക്കുകയാണ്.